ക്രിസ്തുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരുമല സെമിനാരി മാനേജർ വന്യനായ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിയച്ചൻ, ദൈവവചനം ശ്രവിക്കുവാൻ ഈ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, ഗ്രിഗോറിയൻ TV-യിലൂടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, ക്രിസ്തുയേശുവിൻ്റെ ധന്യതിരുനാമത്തിൽ സ്നേഹവന്ദനം. പരുമല പള്ളി എന്ന് മനസ്സിൽ വരുമ്പോൾ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ദീപ്തമായ ഓർമ്മകളും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന ആ പരിശുദ്ധൻ്റെ സാന്നിധ്യവും നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നു, ഒരു ക്രിസ്ത്യാനിയിൽ മാത്രം ബന്ധിതനല്ല പരിശുദ്ധനായ പരുമല തിരുമേനി. നാനാ ജാതി മതസ്ഥരായ സഹോദരങ്ങൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരിനെ ഒഴുക്കുകയും പരിശുദ്ധനായ പരുമല തിരുമേനിയോട് മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ എന്നും ആത്മീയ ജീവിതത്തിന് പ്രചോദനമാണ്. ഇന്ന് ഈ ധ്യാനത്തിനായിട്ട് കടന്നു വരുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യ നിമിഷങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരുമല എന്നുള്ളത് പരിമളം പരത്തുന്ന ഇടമാണ്. പരുമല പുണ്യഭൂമിയാണ്. ഈ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. നമുക്ക് സ്വതന്ത്രമായി സംസാരിക്കുവാനും സ്വതന്ത്രമായി യാത്ര ചെയ്യുവാനും സ്വതന്ത്രമായി അവനവൻ്റെ കാര്യങ്ങളെ നിർവഹിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവസരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ദേവാലയം പ്രത്യേകമായി പ്രാർത്ഥനയ്ക്കുള്ള ഇടമായിട്ട് ഒരുക്കി തീർക്കുന്നത്? എന്തുകൊണ്ട് ഞാനും നിങ്ങളും ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ നിർവഹിക്കുന്നു? എന്തുകൊണ്ട് ദേവാലയം എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് സംസാരിക്കുവാനുള്ള ഇടമായിട്ട് മാറുന്നു? എന്തുകൊണ്ട് ദേവാലയം നമ്മുടെ കണ്ണുനീരിൻ്റെ ഉറവിടമായിട്ട് മാറുന്നു? ഇഷ്ടമുള്ള ഇടങ്ങളിൽ ഇഷ്ടമുള്ളതുപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാകാതെ ദേവാലയത്തിലേക്ക് നാം എന്തിന് കടന്നു വരുന്നു? നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ യാക്കോബ് തൻ്റെ അമ്മാവനായ ലാബാന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുമ്പോൾ അദ്ദേഹം ഒരു ദർശനം കാണുന്നു. രാത്രിയിൽ ഉറക്കത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് ഒരു ഗോവേണി താഴേക്ക് ഇറങ്ങിയിരിക്കുന്നതും അതിലൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമായി യാക്കോബ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് ദൈവത്തിൻ്റെ ആലയമെന്ന് മുദ്ര നൽകുന്ന പഴയ പേരായ ലൂസ് മാറ്റി ദൈവത്തിൻ്റെ ആലയം പണിത ബഥേലായി ദൈവത്തിൻ്റെ വീട്, ദൈവത്തിൻ്റെ പട്ടണം എന്നായി അതിന് മുദ്ര നൽകുകയാണ്. അപ്പോൾ ദേവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വീടാണ്, ദൈവത്തിൻ്റെ പട്ടണമാണ്. ആ ദർശനം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ദേവാലയം എന്നുള്ളത് സൗഖ്യത്തിൻ്റെ ഉറവിടമാണ്. ദേവാലയം എന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് വളർന്നു വരുന്നുണ്ട്. എന്നാൽ
ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് നോ എന്ന് പറയുന്ന സ്ഥലത്ത് ദേവാലയത്തിന് യേസ് കൽപ്പിക്കുവാനായിട്ട് സാധിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇല്ല എന്ന് പറയുന്ന ഇടത്ത് ദേവാലയത്തിന് ഉവ്വ എന്ന് കൽപ്പിക്കുവാൻ സാധിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് അസാധ്യമെന്ന് പറയുന്ന ഇടങ്ങളിൽ ദേവാലയത്തിന് സാധ്യത കൽപ്പിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ തിരുവചനത്തിലൂടെ ഞാനും നിങ്ങളും കാണുന്നുണ്ട്. ദൈവസന്നിധിയിൽ മുടങ്ങാതെയുള്ള പ്രാർത്ഥന കഴിച്ചിരുന്ന ഒരു ദമ്പതികളായിരുന്നു അബ്രഹാം സാറ ദമ്പതികൾ. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അപജയമായിരുന്നു തങ്ങൾക്ക് തലമുറ ഇല്ല എന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാടും ദൈവത്തിൻ്റെ കൽപ്പനയും മുടങ്ങാതെയുള്ള പ്രാർത്ഥനയും വാർദ്ധക്യത്തിൽ സാറായുടെ ഗർഭപാത്രത്തിൽ ജീവന്റെ തുടിപ്പ് ദൈവം നൽകി. അബ്രഹാമിന് ഇസഹാക്കിനെ ദൈവം നൽകുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ശമൂവേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ ഞാനും നിങ്ങളും കണ്ടെത്തുന്നത് ഏൽക്കാനയും ഹന്നായും. ഹന്നയുടെ ജീവിതത്തിൽ ഹന്നായ്ക്കുണ്ടായിരുന്ന പരിഭവമായിരുന്നു തങ്ങൾക്ക് മക്കളില്ല. ഈ വേദനയോടെ ഈ ദമ്പതികൾ കഴിയുമ്പോഴും എല്ലാ വർഷവും ശീലോവിൽ യഹോവയായ ദൈവത്തിന് യാഗവും ധൂപവും അർപ്പിക്കുവാൻ ഈ ദമ്പതികൾ പോയിരുന്നു. അതുമാത്രമല്ല, ഹന്ന ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏലി പുരോഹിതൻ പറയുന്നുണ്ട്, ഇവൾ മദ്യം കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഹന്ന പറയുകയാണ്, യജമാനനാണ്, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. പിന്നെയോ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുകയത്രേ. ഈ പകർച്ച തീർച്ചയായിട്ടും എൽക്കാനയുടെയും ഹന്നായുടെയും ജീവിതത്തിൽ ശമൂവേൽ ബാലൻ എന്ന പൈതലിനെ നൽകിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തിന് പുതിയ സ്വപ്നത്തെ ദൈവം നൽകുകയാണ്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതം നമുക്കറിയാം. വാർദ്ധക്യമായിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ തലങ്ങൾ ചിന്തിക്കുമ്പോൾ അസാധ്യതകളാണ് ഈ സംഭവിക്കുന്ന ഇടങ്ങളിലാണ്. എലിസബത്തിനോട് ദൈവത്തിന്റെ അരുളപ്പാട്, സക്കറിയ പുരോഹിതന് ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ, നിന്റെ ഭാര്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇന്ന് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കുവാനായിട്ടുള്ളത് ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സത്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സത്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, യാതൊരു അർത്ഥവും പ്രത്യേകിച്ച് കാണാത്ത ഒരു വാക്യമാണല്ലോ ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ദേവാലയം എന്ന് പറയുന്നത് ഇന്നിൻ്റെ ലോകത്തിന് അസാധ്യമെന്ന് പറയുന്ന ഇടങ്ങളിൽ സാധ്യത കൽപ്പിക്കുവാനുള്ള ഇടമാണ്. സഖറിയാവ് ഒരു പുരോഹിതനായിരുന്നു. അബിയായുടെ കൂറിൽ സഖറിയാവിന് തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ്. തൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് തനിക്ക് ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ ദൈവത്തിന് ധൂപം അർപ്പിക്കുവാൻ ഒരു വലിയ ഭാഗ്യം. ഒരുപക്ഷെ വയോധികനായിരിക്കുന്ന വൃദ്ധനായിരിക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാവാം ദൈവത്തിന്റെ സന്നിധിയിൽ
ദൈവത്തിന്റെ ബലിപീഠത്തിൽ ധൂപമർപ്പിക്കുവാൻ ലഭിക്കുന്ന അവസരം. ഈ അവസരത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ ബലിപീഠത്തിൽ ധൂപം അർപ്പിക്കുവാനായി ചെന്നു. ഒരു പക്ഷേ മാനുഷികമായ തലത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിന് ഒരു ഭാഗ്യം ലഭിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ ധൂപമർപ്പിക്കുവാൻ. പക്ഷേ ധൂപാർപ്പണ സമയത്ത് ഒരുപക്ഷെ സക്കറിയാവിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമമാവാം, ഒരു വ്യഥയാവാം. എനിക്ക് മക്കൾ ഇല്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ദൈവികമായ സമയമാണ് ധൂപമർപ്പിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ സമയം. പക്ഷേ മനസ്സിന്റെ ഭാരമാവാം, എനിക്ക് തലമുറ മക്കൾ ഇല്ലല്ലോ എന്നുള്ള വ്യഥ. ആ വ്യഥയോടെ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ മാലാഖ ദൈവത്തിന്റെ ബലിപീഠത്തിൽ ദൈവത്തിന്റെ ത്രോണോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് സക്കറിയാവിനോട് പറയുന്നു. അതിനു മുൻപേ സക്കറിയാവിനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാര്യ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും. പക്ഷേ സക്കറിയാവ് അന്നേരം പറയുന്നുണ്ട്, എന്തോ ഒരു മഠയത്തരമാണ് ഈ പറയുന്നത്. ഞാനും എൻ്റെ ഭാര്യയും വാർദ്ധക്യത്തിലായിരിക്കുകയാണ്, ഒരിക്കലും ഞങ്ങൾക്ക് ഒരു മക്കൾ ഉണ്ടാവുകയില്ല എന്നുള്ള മാനസികമായ സംഘർഷവും. യഹൂദന്മാരുടെ സംസ്കാരം അനുസരിച്ച് മക്കളില്ല എങ്കിൽ സമൂഹത്തിൽ നിന്ന് വളരെ പഴി ഏൽക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ ആദ്യമേ മാലാഖ പറഞ്ഞു, നിന്റെ ഭാര്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പക്ഷേ സക്കറിയാവിന് സംശയമുണ്ട്. ഈ സംശയത്തെ ബലപ്പെടുത്തുകയാണ് ദേവാലയത്തിൽ ദൈവത്തിന്റെ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് മാലാഖ സക്കറിയാവിനെ ബലപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന വാക്യമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിഷയീഭവിക്കുന്നത്. 19-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സത്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഈ ശബ്ദ പരിധി ശ്രവിക്കുന്ന ഇസ്രായേൽ ഗ്രഹമേ, നമുക്ക് പുതിയൊരു നാമമുണ്ടാവണം, നമുക്ക് പുതിയ ഒരു നിലപാട് ഉണ്ടാവണം, നമുക്ക് പുതിയ ഒരു ദൗത്യമുണ്ടാവണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് ചെല്ലുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവികമായ ത്രോണോസിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മാലാഖയെ കാണുവാനും മാലാഖ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശബ്ദം ആസ്വദിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ട് തീരുകയുള്ളൂ. ഈ വാക്യം നമ്മളോട് 3 ചോദ്യങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. ഈ വാക്യത്തോട് ഞാനും നിങ്ങളും 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മനസ്സിലുണ്ടാവേണ്ടുന്ന രൂപം എന്നുള്ളത് ദൈവത്തിന്റെ ബലിപീഠം, ദൈവത്തിന്റെ ബലിപീഠത്തോട് ചേർന്ന് ദൈവത്തിന്റെ മാലാഖ നിൽക്കുകയാണ്. ഈ വാക്യത്തോട് 19-ാം വാക്യത്തോട് നമ്മൾ ചോദിക്കുന്ന 1-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താണ്? 2-ാമത്തെ ചോദ്യം ഈ വാക്യത്തോട് ചോദിക്കും, വേർ ആർ യു സ്റ്റാൻഡിങ്? നീ എവിടെയാണ് നിൽക്കുന്നത്? 3-ാമത് ഈ വാക്യത്തോട് നമ്മൾ ചോദിക്കും, വാട്ട് ഈസ് യുവർ മിഷൻ? നിന്റെ ദൗത്യമെന്ത്? നിസ്സാരമായ ചോദ്യങ്ങളാണ് ഇത് 3. വാട്ട് ഈസ് യുവർ നെയിം? വേർ ആർ യു സ്റ്റാൻഡിങ്? വാട്ട് ഈസ് യുവർ മിഷൻ? നിന്റെ ദൗത്യം എന്താണ്? ഈ 3 ചോദ്യങ്ങൾ ഈ വാക്യത്തോട് ചോദിക്കുമ്പോൾ വളരെ സുന്ദരമായി ലഘുവായി ഈ വാക്യം നമ്മളോട് സംസാരിക്കുവാൻ പോകുകയാണ്. മാലാഖ നമ്മളോട് സംസാരിക്കുന്നു. നാം 1-ാമത്തെ ചോദ്യം ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ നെയിം? ഈ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആരാണ്? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. മൈ നെയിം ഈസ് ഗബ്രിയേൽ. എൻ്റെ പേര് എന്ന് പറയുന്നത് ഗബ്രിയേൽ എന്നാണ്. ഒരു പക്ഷേ
കൊച്ചു കുഞ്ഞുങ്ങള് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആദ്യമായി ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യവും നമ്മൾ ചോദിക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ്, വാട്ട് ഈസ് യുവർ നെയിം? ഈ വാക്യത്തോട് നമ്മൾ ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേര് എന്താണ്? ഈ വാക്യം നമ്മളോട് പറയുന്നു, മൈ നെയിം ഈസ് ഗബ്രിയേൽ. എൻ്റെ പേര് എന്ന് പറയുന്നത് ഗബ്രിയേൽ എന്ന് ആകുന്നു. എന്താ ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം? ഗബ്രോ എന്ന് പറഞ്ഞാൽ പുരുഷൻ, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം. ദൈവ പുരുഷൻ അല്ലെങ്കിൽ ദൈവ മനുഷ്യൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ നാമം എന്ന് പറയുന്നത് ദൈവ മനുഷ്യൻ എന്നുള്ളതാണ്. എന്താണ് ഈ ദൈവ മനുഷ്യൻ എന്ന് തന്നെ പറ്റി മാലാഖ പറയുന്നത്? നമുക്കറിയാം, ദൈവത്തിന്റെ സിംഹാസനം വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കുഞ്ഞാട് സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ അവന്റെ ചുറ്റും നിൽക്കുന്ന വലിയ ഒരു വൃന്ദത്തെ നമ്മൾ കാണുന്നു. മാലാഖമാര്, റീഷേ മാലാഖമാര്, മോറാവോസന്മാര്, ശുൽത്തോലന്മാർ, ഇങ്ങനെ വലിയ ഗണമാലാഖമാർ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാലാഖയാണ് ഗബ്രിയേൽ മാലാഖ. ദൈവത്തിന്റെ അരുളപ്പാട് മനുഷ്യനോട് അയക്കുവാൻ ദൈവത്തിന്റെ സന്ദേശ വാഹകനാണ് ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖ തന്റെ സ്വത്വബോധത്തെ, തന്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുകയാണ്. തന്റെ ഐഡന്റിറ്റി എന്തുവാണെന്ന് മാലാഖ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ഞാൻ ദൈവത്തിന്റെ മനുഷ്യനാകുന്നു, ഞാൻ ദൈവത്തിന്റെ പുരുഷനാകുന്നു. ഇങ്ങനെയാണ് മാലാഖ തന്നെ പറ്റി പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നിൽ നമ്മുടെ പേര് എന്താണ്? ഈ 2012 വർഷത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഒരുപാട് ധ്യാനത്തിനും ഒരുപാട് ആരാധനയ്ക്കും ഒരുപാട് വിശുദ്ധമായ കുർബാനകൾക്കൊക്കെ സംബന്ധിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന പേരിതാണ്, എന്താണ് നിന്റെ പേര്? എന്താണ് നിന്റെ നാമം? ഇവിടെയാണ് ആദിയിൽ യഹോവയായ ദൈവം മനുഷ്യനെ മെടഞ്ഞപ്പോൾ, മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ മനുഷ്യനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും മനുഷ്യന്റെ നിർമ്മാണത്തിൽ ദൈവം കണ്ടെത്തുന്ന ചില പ്രത്യേകതകളും ഉണ്ട്. നമുക്കറിയാം, ദൈവം സർവചരാചരങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയായിരുന്നു. ദൈവം സർവചരാചരങ്ങളും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്ന സ്ഥാനത്ത് മനുഷ്യനെ മെടഞ്ഞപ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യനെ പറ്റി ദൈവത്തിന്റെ ആഗ്രഹം ഇത് തന്നെയാണ്, നീ ദൈവ മനുഷ്യൻ ആയിരിക്കണം. കാരണം ദൈവത്തിന്റെ രൂപം, ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ ആകൃതി, ദൈവത്തിന്റെ കാഴ്ച, ദൈവത്തിന്റെ കേൾവി, ദൈവത്തിന്റെ ശ്വാസം, നമുക്കുള്ളത് സർവ്വതും ദൈവത്തിന്റെ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിന് ആഗ്രഹിച്ചുകൂടാ നീ ദൈവ മനുഷ്യൻ ആവണം എന്നുള്ളത്? ഇതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും ആരായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാവണം. ആദിയിൽ ദൈവം നമ്മെ മെടഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ഞാനും നിങ്ങളും ദൈവ മനുഷ്യന്മാരായി തീരണമെന്നുള്ളത്. എന്നാൽ ഇന്നിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഒരുപാട് നാമങ്ങൾ, ഒരുപാട് പേരുകൾ എൻ്റെയും നിങ്ങളുടെയും ചുറ്റുപാട് ഉണ്ട്. എന്നാൽ ഈ പേരുകൾ നമ്മുടെ വ്യക്തിത്വത്തിന് മുതൽക്കൂട്ടായി തീരുന്നോ അതോ വ്യക്തിത്വത്തിന് പാപ്പരത്വം നിർമ്മിക്കുന്നതാവുന്നോ? ഇന്നത്തെ പേരുകൾ കേട്ടാൽ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള സാങ്കത്യം മനസ്സിലുണ്ട്. ജാതി ഏതാ, മതമേതാ, വർഗമേതാ, വർണ്ണമേതാ എന്നുള്ള വ്യത്യാസം ഇന്ത്യന്റെ പേരുകൾ നമുക്ക് നൽകുന്നുണ്ട്. പണ്ട് പേരുകൾ കേട്ടാൽ അറിയാം അവൻ ക്രിസ്ത്യാനിയാണോ,
അവൻ ഹൈന്ദവ സഹോദരനാണോ അവൻ മുസ്ലിം സഹോദരനാണോ എന്ന് പണ്ട് പേരുകൾ കേട്ടാൽ തിരിച്ചറിയാമായിരുന്നു. പണ്ട് പേരുകൾ കേട്ടാൽ അവന്റെ ജാതി ഏത്, മതമേത്, വർഗമേത്, വർണ്ണമേത് എന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഇന്നിൽ ലഭിക്കുന്ന പേരുകളും ഇന്നിൽ നൽകപ്പെടുന്ന നാമങ്ങളും അവനവന്റെ വ്യക്തിത്വം, അവനവന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തുന്ന സ്വഭാവ പ്രവണതയുള്ളതാണ് എന്നുള്ളത് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും നല്ല കാര്യമാണ്. എന്നാൽ നമുക്കറിയാം, ജീവന്റെ പുസ്തകമായ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം 13 വാക്യത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ മകൻ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് വേദനയോടെ അപ്പന്റെ ഉത്തരങ്ങളും എനിക്കും നിങ്ങൾക്കും പരിചിതമാണ്. ബലിപീഠമുണ്ടാക്കി മകനെ കിടത്തി. ആ സമയം സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം അനുസരിച്ച് ബാലനെ അവിടെ നിന്ന് വിടർത്തി. പകരം കാട്ടിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ യഹോവയാ ദൈവത്തിന് വഴിപാടായിട്ട് അർപ്പിക്കുകയാണ്. അങ്ങനെ വഴിപാട് അർപ്പിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു നാമം വിളിക്കുന്നുണ്ട്, യഹോവ ഇരേ. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. മോറിയ മലയ്ക്ക് ദൈവത്തിന്റെ ബലിപീഠമുണ്ടാക്കിയ സ്ഥലത്തിന് അബ്രഹാം ഒരു പേര് നൽകി, യഹോവ ഇരേ. God will provide a sacrifice. God will provide a sacrifice എന്ന് അബ്രഹാം ആ സ്ഥലത്തിന്, ദൈവം ആ സ്ഥലത്തിന് പേര് നൽകുമ്പോൾ ഇന്നിലെ പേരുകളിൽ നമുക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6 അധ്യായം 22 വാക്യത്തിൽ പുതിയൊരു പേര് ഞാനും നിങ്ങളും കണ്ടെത്തുന്നുണ്ട്. ആ പേരിങ്ങനെയാണ്, ഗിദെയോൻ യഹോവയോട് പറയുകയാണ്, യഹോവയായ ദൈവമേ, നിന്റെ ദൂതനെ കാണുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ആ ഒരു ഭയത്തോടെ ഗിദെയോൻ നിൽക്കുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട, നീ ഒരിക്കലും മരണം കാണുകയില്ല, നീ മരിക്കയില്ല. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഈ യാഗപീഠത്തിന് ഗിദെയോൻ പേര് വിളിച്ചു, യഹോവ ശാലോം, യഹോവ സമാധാനം എന്ന പേര് ഗിദെയോൻ വിളിക്കുകയാണ്. സ്നേഹിതരെ, വേദപുസ്തകത്തിൽ സുന്ദരമായി ദൈവത്തിന്റെ ആകൃതിയിൽ, ദൈവത്തിന്റെ രൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മെനയപ്പെട്ട മനുഷ്യനെ സുന്ദരമായ നാമങ്ങൾ നൽകി, സുന്ദരമായ വാക്കുകൾ നൽകി, ദൈവവുമായി ബന്ധത്തിലുള്ള നാമങ്ങൾ നൽകുമ്പോൾ ഇന്നിൽ ഞാനും നിങ്ങളും, നമ്മുടെ തലമുറകൾക്കും ഞാനും നിങ്ങളും ഏറ്റിരിക്കുന്ന നാമങ്ങൾ എത്രമാത്രം ക്രിസ്തീയമായ സാക്ഷ്യം നൽകുന്നതാണ്. ആദ്യമേ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ദൈവ മനുഷ്യന്മാരായി തീരണം എന്നുള്ള ആഗ്രഹമാണ്. ദൈവ മനുഷ്യന്മാരായി തീരുമ്പോൾ ദൈവം നൽകുന്ന ഒരുപാട് സ്നേഹവും ദൈവം നൽകുന്ന ഒരുപാട് പരിപാലനവും നമുക്ക് ആസ്വദിക്കുവാനായിട്ട് തീരും. ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ ദൈവനാമത്തിൽ, ദൈവരൂപത്തിൽ, സാദൃശ്യത്തിൽ മെടയപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും ദൈവ മനുഷ്യനാകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ ദൈവ മനുഷ്യന്മാരായി തീരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നൽകുന്ന 1-2 പ്രത്യേകതകൾ നമ്മുടെ ചുറ്റുപാടുള്ള ചില ജീവികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ ഹൈന്ദവ വിശ്വാസത്തിൽ, ഹൈന്ദവ തത്വത്തിൽ 2 ജീവികൾ, അതിനെ കാണിച്ചുകൊണ്ട് ഈ തത്വം ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ജീവി എന്ന് പറയുന്നത്, അതിനെപ്പറ്റി പറയുന്നത് മർക്കടന്റെ ന്യായമെന്ന്.
എന്താ മർക്കടൻ? മർക്കടൻ എന്തുവാ? കുരങ്ങ്. ഈ തത്വത്തിൽ ഉപദേശിക്കുന്നത് മർക്കടന്റെ ന്യായമുണ്ടാവണം ദൈവ മനുഷ്യന്. എന്താ മർക്കടന്റെ ന്യായം എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. മർക്കടൻ എന്ന് പറയുന്നത് കുരങ്ങാണ്. ഒരു കുരങ്ങ് പ്രസവിച്ചാൽ ഈ കുരങ്ങ് അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇന്നത്തെ പോലെ ബേബി സിറ്റിംഗ് ഒക്കെ ഉണ്ടോ? ഇല്ല. നമുക്കറിയാം, ഇന്ന് ഒരുപാട് ബേബി സിറ്റിംഗ് ഒക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുക. പാശ്ചാത്യരുടെ സംസ്കാരം നമ്മളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുക. ഒരു മാഗസിനിൽ ഇപ്രകാരം വായിച്ചു, എന്താണ് ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് ക്രിമിനൽസ് ഉണ്ടാകുവാൻ കാരണം? എന്താണ് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ബാല്യങ്ങളും യുവതലമുറയും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പഠിപ്പിക്കലുകളിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ അപ്പനും അമ്മയ്ക്കും യാതൊരു സമയവുമില്ല ഈ കുഞ്ഞിനെ പരിപാലിക്കാൻ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കുഞ്ഞിന് ലഭിക്കുന്ന പരിപാലന ഇവര് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടുകളിലോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നോക്കുവാൻ വരുന്ന സ്ത്രീകളുടെയോ പുരുഷന്മാരുടേതാണ്. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഒരു കുഞ്ഞിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അവന്റെ ബുദ്ധി ഉറയ്ക്കുന്ന സമയം വരെ അവന്റെ ഭവനത്തിന്റെ ചുറ്റുപാടും അവന്റെ അമ്മയുടെ ചൂടും സ്നേഹവും അവന്റെ പിതാവിന്റെ പരിചരണവുമാണ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ അതിന്റെ അടിസ്ഥാനപരമായി അതിനെ മോൾഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ആധുനികതയുടെ കടന്നുകയറ്റം നമ്മുടെ ചുറ്റുപാടും ഉണ്ടായപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വല്ലവരുമാണ്. അവന് ലഭിക്കുന്ന സംസ്കാരം സ്വന്തം അമ്മയുടെയും അപ്പയുടെയും സംസ്കാരമല്ല. അവന് ലഭിക്കുന്നത് വല്ലവന്റെയും സംസ്കാരമാണ്. അവൻ ആവശ്യമാകുന്നത് സ്വന്തം അമ്മയുടെ ചൂടും പരിചരണവുമാണ്. പക്ഷെ അവൻ ലഭിക്കുന്നത് വല്ല സ്ത്രീകളുടെയും വല്ല പുരുഷന്മാരുടെയും അവനുമായി യാതൊരു ബന്ധവുമില്ലാത്ത പരിചരണവും ചൂടുമാണ് ലഭിക്കുന്നത്. ഈ വക കാരണങ്ങളാവാം ഒരുപക്ഷെ ഇന്നത്തെ തലമുറയെ ക്രിമിനൽസ് ആയിട്ട് വാർത്തെടുക്കുവാൻ സാധ്യമാകുന്നത്. സന്ദർഭാവശയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കുരങ്ങിന്റെ ന്യായത്തെ പറ്റി, മർക്കടന്റെ ന്യായത്തെ പറ്റി പറയുന്നത്, ഒരു കുരങ്ങ് പ്രസവിച്ചാൽ അതിന്റെ കുഞ്ഞിനെ അത് സൂക്ഷിക്കുന്നത്, ഈ കുഞ്ഞു കുരങ്ങ്, ഈ കുട്ടിക്കുരങ്ങ് തള്ളക്കുരങ്ങിന്റെ മാർവോട് ചേർന്ന് കിടക്കും. ഒരു കാരണവശാലും ഈ കുഞ്ഞു കുരങ്ങ് താൻ സുരക്ഷിതമാണ് എന്ന ബോധത്തോടു കൂടെ തന്നെ ഈ തള്ളക്കുരങ്ങിന്റെ ഉദരത്തോട് ചേർന്ന് കിടക്കും. അങ്ങനെയാണ് ഈ തള്ളക്കുരങ്ങ് ഈ കുഞ്ഞു കുരങ്ങിനെ സൂക്ഷിക്കുന്നത്. ഇവിടെ ഈ വിശ്വാസം പഠിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവ മനുഷ്യന് ലഭിക്കുന്ന, ദൈവ പുരുഷന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവത്തോട് ചേർന്ന് കിടക്കാൻ, ദൈവത്തിന്റെ മാർവോട്, ദൈവത്തിന്റെ ഉദരത്തോട് ചേർന്ന് കിടക്കുവാൻ ലഭിക്കുന്ന അഭൗമികമായ ദാനം. രണ്ടാമത് പറയുന്ന ജീവിയാണ് മാർജരൻ. മാർജരന്റെ ന്യായം നമുക്കറിയാം. മാർജരൻ എന്താണ്? പൂച്ചയാണ്. എന്താ പൂച്ചയ്ക്കുള്ള പ്രത്യേകത? ഒരു പൂച്ച പ്രസവിച്ചാൽ അതിന്റെ കുഞ്ഞിനെ അത് ഒരിക്കലും കരങ്ങൾ കൊണ്ടല്ല വഹിക്കുന്നത്. പിന്നെയോ ഈ കുഞ്ഞു പൂച്ച അത് കടിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. ലോകത്തെവിടെയും കേട്ടിട്ടില്ല തള്ളപ്പൂച്ച കടിച്ച് കുഞ്ഞു പൂച്ച ചത്തുപോയിട്ടില്ല. തള്ളപ്പൂച്ച കടിച്ച് കുഞ്ഞു പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും വാർന്ന് പോയിട്ടില്ല. അതുതന്നെയാണ് ദൈവത്തിന്റെ പരിപാലനവും. ദൈവ മനുഷ്യന് ലഭിക്കുന്ന പരിപാലനം അതുതന്നെയാണ്. ദൈവം സുരക്ഷിതമായി ഇവനെ സൂക്ഷിച്ചുകൊള്ളും. അവന് യാതൊരു അപകടമോ അനർത്ഥമോ ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കും. അതുതന്നെയാണ് 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം അവൻ നിന്നെ സംരക്ഷിക്കും. സർപ്പത്തിന്മേലും അണലിന്മേൽ നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിക്കും.
മാത്രമല്ല ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല. സ്നേഹിതരെ, ദൈവ മനുഷ്യന് ലഭിക്കുന്ന രണ്ട് അഭൗമികമായ ദാനം, ഈ തള്ളക്കുരങ്ങ് കുഞ്ഞുപൂച്ചയെ സൂക്ഷിക്കുന്ന പോലെയും ഈ തള്ളപ്പൂച്ച കുഞ്ഞുപൂച്ചയെ സൂക്ഷിക്കുന്ന പോലെയും എവിടെയായിരുന്നാലും ദൈവത്തിന്റെ മാറോട് ചേർന്ന് കിടക്കുവാനും ദൈവം സൂക്ഷിക്കുന്ന പോലെ സുരക്ഷിതമായി ഞാനും നിങ്ങളും ദൈവകരങ്ങളിലായിരിക്കുമെന്നുള്ള ബോധവുമാണ് ഈ ജീവികൾ നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ ഭാഗത്തെ സമയബന്ധിതമായി ഞാനിവിടെ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് മനസ്സിനോട് മന്ത്രിക്കണം, ഹൃദയത്തോട് പഠിപ്പിക്കണം. ദൈവമേ, നിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും നിന്റെ കാഴ്ചയിലും നിന്റെ കേൾവിയിലും നിന്റെ ശ്വാസത്തിലും ഇടയപ്പെട്ട ഞാൻ ദൈവ മനുഷ്യനാകണമെന്നുള്ളതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഇന്നു മുതൽ എൻ്റെ മനസ്സിന്റെ മന്ത്രമാകട്ടെ, ഞാൻ ഗബ്രിയേലാകുന്നു, ഞാൻ ദൈവ മനുഷ്യനാകുന്നു. എൻ്റെ ദൗത്യം, എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ കടമകൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാട്ട് ഞാൻ ദൈവ മനുഷ്യൻ, ഞാൻ ഗബ്രിയേൽ. രണ്ടാമത്തെ ചോദ്യം ഈ വാക്യത്തോട് നാം ചോദിക്കുകയാണ്, വേർ ആർ യു സ്റ്റാൻഡിങ്? നീ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കാം, തിയോളജിക്കലായിട്ട് പറഞ്ഞിരിക്കാം, ഞാൻ നിൽക്കുന്നത് ദൈവസന്നിധിയിലാണ്. എന്നാ ഞാൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് പരിമല പള്ളിയുടെ അകത്താണ്. മാലാഖ ചോദിച്ചപ്പോൾ മാലാഖ പറഞ്ഞു, വേർ ആർ യു സ്റ്റാൻഡിങ്? ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? നീ നിൽക്കുന്നത് എവിടെയാണ്? ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ. അതാണ് മാലാഖ ആദ്യം പറയുന്നത്, ഞാൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, ഇഷ്ടമുള്ള ഇടങ്ങളിൽ ഇഷ്ടമുള്ള പോലെയൊക്കെ നിൽക്കാം, ഇതൊന്നും ദൈവത്തിൻ്റെതല്ല എന്നുള്ള ചിന്തയുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മളോട് ശക്തമായിട്ട് പഠിപ്പിക്കുകയും ചില താക്കീതുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ വിസ്മരിക്കരുത്. ഞാൻ ചോദിക്കുന്നു, ഞാനും നിങ്ങളും നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനകൾക്കൊക്കെ കുമ്പിട്ട് നമസ്കരിക്കാറുണ്ടല്ലേ? കുമ്പിടാറുണ്ടോ? ഉണ്ടോ? ഏത് സമയത്താ? വലിയ നോമ്പിൽ കുമ്പിടിയിലുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ കാണുന്നത് ഹോളി വീക്കിൽ അല്ലേ, കഷ്ടാനുഭവിച്ച് ഒരുപാട് കുമ്പിടിയിലൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ യാമത്തിനും കുമ്പിട്ട് നമസ്കാരമുണ്ട് കേട്ടോ. കഷ്ടാനുഭവിച്ചയും വലിയ നോമ്പിലും നോമ്പുകളിലും അല്ലാത്ത ദിവസങ്ങളും എല്ലാ യാമത്തിലും കുമ്പിട്ടാ നമസ്കരിക്കുന്നത്. എന്തിനാ കുമ്പിടുന്നേ? എന്തിനാ കുമ്പിടുന്നേ? ഇവിടെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ചമ്മാച്ച കുമ്പിട്ടാൽ വയറ് കുറയും, അതിനാണ് കുമ്പിടുന്നത്. കുമ്പിട്ടാൽ വയറ് കുറയും, അതിനാണ് കുമ്പിടുന്നത്. ആണോ? ആണോ? തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗം തന്റെ സിംഹാസനം, ബാക്കി പറ, ഭൂമി തന്റെ പാദപീഠവും ആകുന്നു. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠമാകുമ്പോൾ ഈ ഭൂമിയുടെ പരപ്പിൽ എവിടെയായിരുന്നാലും ഞാനും നിങ്ങളും നിൽക്കുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ സന്നിധിയിലാ. നമ്മുടെ പിതാക്കന്മാര് കുമ്പിടിയിൽ നമുക്ക് നൽകിയിരിക്കുന്നത്, പഠിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പാദപീഠത്തെയാണ്. ഞാനും നിങ്ങളും കുമ്പിട്ട് നമസ്കരിക്കുന്നത് ദൈവത്തിന്റെ പാദപീഠമാകുന്ന ഈ ഭൂമിയെ നമ്മൾ അതിനാണ് ചുംബിക്കുന്നത്. അപ്പോൾ എവിടെയായിരുന്നാലും, ഭൂമിയുടെ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും, വീട്ടിലായിരുന്നാലും, പള്ളിയിലായിരുന്നാലും, ജോലി കാര്യങ്ങളിലായിരുന്നാലും, വയലിലായിരുന്നാലും, എവിടെയായിരുന്നാലും ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധി. ഈ ഭൂമിയുടെ പരപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പാദപീഠമാണ്. എനിക്ക് പ്രത്യേകമായിട്ട് ഓർക്കുവാൻ ഒരു ചിന്തയുണ്ട്. വിവാഹ കൂദാശയിൽ ബഹുഭൂരിപക്ഷം പേരും വിവാഹം കഴിച്ചവരാ. മുഖ്യ കാർമ്മികൻ സൂചിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. പറയാമോ എന്തുവാന്ന്? ഒരു പക്ഷെ ടെൻഷൻ കൊണ്ട് മറന്നുപോയി കാണും, പോട്ടെ.
പ്രധാന കാർമ്മികൻ വിവാഹ കൂദാശയിൽ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വിശുദ്ധമുള്ള തോണോസിന്റെയും മദ്ബഹായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും വിജയകരമായ സ്ലീബായുടെയും ഈ ജനക്കൂട്ടത്തിന്റെ ഒക്കെ മുൻപാകെയാണ് നിൽക്കുന്നത്. എന്നിട്ടാണ് താക്കീത് വരുന്നത്, ഹൃദയ വിചാരങ്ങൾ അറിയാത്തവന്റെ സന്നിധിയിലല്ല, പിന്നെയോ അറിയുന്നവന്റെ സന്നിധിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിന്റെ കൺസെപ്റ്റ് ഒരു പക്ഷേ ഇതാവാം, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവും ആയിരിക്കുന്നവനായ ദൈവം മനുഷ്യൻ ചരിക്കുന്നതും മനുഷ്യൻ പ്രവർത്തിക്കുന്നതും മനുഷ്യൻ ജീവിക്കുന്നതും മനുഷ്യൻ നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും കൊല്ലും കൊലപാതകവും നടത്തുന്നതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്നുള്ള ബോധം ഉണ്ടാകുവാനാവാം പിതാക്കന്മാർ അങ്ങനെ ഒരു ക്ലോസ് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. രാഷ്ട്രീയപരമായി, ആത്മീയപരമായി, വൈദ്യശാസ്ത്രപരമായി, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പരമായി എവിടെയായിരുന്നാലും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ഖേദകരമായൊരു സത്യമുണ്ട്. ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്ന തിന്മകൾ ദൈവത്തിന്റെ പാദപീഠത്തിലാണ്. 51 പ്രാവശ്യം വെട്ടി കൊല്ലുവാൻ തക്കവണ്ണം മൃഗീയ വാസനയുള്ള മനുഷ്യൻ പോലും ജീവിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. 14 വയസ്സുകാരനായ ഒരു ബാലൻ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയെ നാടകീയമായ നിലയിൽ കൊലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പാദപീഠമായ ഈ ഭൂമിയിലാണ്. സ്വന്തം അമ്മയുടെ നഗ്നത ഒളിഞ്ഞിരുന്ന് കാണുന്ന മകൻ ജീവിക്കുന്നത് ഈ ഭൂമിയുടെ ദൈവത്തിന്റെ പാദപീഠത്തിലാണ്. സ്വന്തം പിതാവും മാതാവും തമ്മിലുള്ള ജീവിതത്തെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്ന കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതും ഈ ദൈവത്തിന്റെ പാദപീഠമായ ഈ ഭൂമിയിലാണ്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കുക, ഈ സമൂഹത്തിന് പറ്റുന്ന പതനങ്ങൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യൻ ദൈവമൊന്നും കാണുന്നില്ല എന്ന ബോധത്തോടെയാണ് ജീവിക്കുന്നത്. തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടുന്നവനായ മനുഷ്യൻ തിന്മകൾക്ക് നേരെ കൈ കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെ മനസ്സിൽ ഒരു ബോധമുണ്ടാവണം, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യന് മാത്രമേ യഥാർത്ഥമായ നിലപാടുകൾ ഉണ്ടാവുകയുള്ളൂ. സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ചങ്കൂറ്റത്തിന്റെ നിലപാടുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും നിൽക്കണം. അതിന്റെ ദൃഷ്ടാന്തമാണ് വിശുദ്ധമായ വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഹേരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, അദ്ദേഹം രാജാവാണെന്ന് യോഹന്നാൻ അറിയാം. അംഗബലവും ആൾബലവും സാമ്പത്തികമായ ഭദ്രതകളും എല്ലാം ഉണ്ട് എന്ന് യോഹന്നാൻ അറിയാം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന യോഹന്നാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ള നിലപാടുകളോടെ ഈ സ്നാപകൻ പറയുകയാണ്, രാജാവ് ചെയ്യുന്നത് തെറ്റ്. ദൈവസന്നിധിയിൽ ചങ്കൂറ്റത്തോടെ പറയുവാനായിട്ട് സാധിക്കണം. ദൈവസന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യന് മാത്രമേ ഈ നിലപാടുകൾ ഉണ്ടാവുകയുള്ളൂ. ആഹാബ് രാജാവ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞാനും നിങ്ങളും കണ്ടെത്തുന്ന കഥാപാത്രമാണ്. ആഹാബ് ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ച് ദൈവഹിതാനുവർത്തിയായി ജീവിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. പക്ഷേ ദൈവത്തിന് കൽപ്പനയുണ്ടായിരുന്നു, ആഹാബെ, പുറജാതിക്കാരിയായ സ്ത്രീയെ നീ വിവാഹം കഴിക്കരുത്. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന മറന്നുകൊണ്ട് ആഹാബ് ഇസബേലിനെ വിവാഹം കഴിച്ചു. ദൈവത്തിന്റെ കൽപ്പനയെ നിരസ്കരിച്ചു. ഇസബേൽ രാജ്ഞി പുറജാതിക്കാരിയായ സ്ത്രീ ആയതുകൊണ്ട് അശേര പ്രതിഷ്ഠകളുടെയും ബാൽ വിഗ്രഹങ്ങളുടെയും പ്രാർത്ഥനയും ആരാധനയും ഇങ്ങനെ വർദ്ധിപ്പിച്ചു. ദൈവത്തിന് കോപം ഇറങ്ങി. ആ സമയം ഇസബേൽ ആഹാബിനോട് പറയുന്നു, നമ്മുടെ കൊട്ടാരത്തോട് ചേർന്ന് ഇസ്രായേലിനായ നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടമുണ്ട്, അത് നമുക്ക് കൈക്കലാക്കണം. ഞാനും നിങ്ങളും ചിന്തിക്കണം, അഹാബിന്റെ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ആനക്കൊമ്പുകൾ കൊണ്ട്. അത്രയും സമൃദ്ധിയിൽ ജീവിക്കുന്ന ഈ രാജാവിനും രാജ്ഞിക്കും നിസ്സാരമായ 1 ഏക്കർ മുന്തിരിത്തോട്ടം വാങ്ങി അതിനെ കൈക്കലാക്കി അവിടെ ഒരു ചീരത്തോട്ടം നിർമ്മിക്കണം. ആഹാബ് നാബോത്തിനോട് ചോദിച്ചു, എനിക്ക് മുന്തിരിത്തോട്ടം തരാമോ? നാബോത്ത് പറഞ്ഞു, ഇല്ല, ഇതെനിക്ക് പിതൃസ്വത്തായിട്ട് നൽകിയ ഭൂമിയാണ്,
ഇത് ഞാൻ തരത്തില്ല. ഇസബേൽ ബുദ്ധി പറഞ്ഞു കൊടുത്തു, നീ അവനെ സമൂഹത്തിന്റെ മുൻപിൽ വിളിച്ചു വരുത്തി, അവനെ വിസ്തരിച്ച്, അവനെതിരെ കള്ളസാക്ഷി പറഞ്ഞ്, അവനെ കല്ലെറിയിച്ച് കൊന്നുകളയണം. നാബോത്തിനെ സമൂഹത്തിൽ വിളിച്ചു വരുത്തി, നാബോത്തിനോട് കുറ്റങ്ങൾ പറഞ്ഞു, വിസ്തരിച്ചു, സമൂഹം കള്ളസാക്ഷി പറഞ്ഞു. ഇസ്രായേലിനായ നിരപരാധിയായ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ദൈവത്തിന്റെ കോപം ഇറങ്ങി. ദൈവം ആഹാബിനോട് പറയുന്ന ഒരു കാര്യം, ഇന്നിന്റെ സമൂഹം ഓർത്തിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ആഹാബിനോട് യഹോവയായ ദൈവം പറയുകയാണ്, ഇസ്രായേലിനായി നിരപരാധിയും നിർദോഷിയുമായ നാബോത്തിന്റെ രക്തം നായ്ക്കൾ എവിടെ വെച്ച് നക്കിയോ അവിടെ വെച്ച് നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കളയും. ഒന്നോട് ആവർത്തിക്കട്ടെ, നിരപരാധിയും നിഷ്കളങ്കനുമായ നാബോത്തിന്റെ രക്തം നായ്ക്കൾ എവിടെ വെച്ച് നക്കിക്കളഞ്ഞുവോ അവിടെ വെച്ച് നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കളയുമെന്ന് ആഹാബിനോട് യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്. സ്നേഹിതരെ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യന് നീതിയുള്ള, ചങ്കൂറ്റമുള്ള നിലപാടുകൾ ഉണ്ടാവണം. സമൂഹത്തിന്റെ തിന്മകളോട് വേണ്ട എന്ന് പറയുവാൻ സമ്മതിക്കണം. എന്നാൽ ഇന്നിൽ നമുക്കുള്ള പ്രത്യേകത, സമൂഹത്തിന്റെ തിന്മയാകുന്ന ഓളങ്ങൾക്കൊപ്പം നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. തിന്മകളോ ആയിക്കോട്ടെ, ജീവിതത്തിന്റെ ഭാഗമെന്ന് കണ്ടിങ്ങനെ ഞാനും നിങ്ങളും പോവുകയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്കറിയാം, ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നവനെ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവനെ നശിപ്പിക്കണം. പക്ഷേ അവൻ ദൈവസന്നിധി നിൽക്കുവാൻ ഒരു സംഭവം ഉണ്ടാവുകയാണ്. അധികാരപത്രം വാങ്ങി ദമസ്കോസിന്റെ പടിവാതിലിൽ ക്രിസ്തുവാകുന്ന വെളിച്ചം അവന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, പൗലോസിന്റെ പഴയ പേര് ശൗൽ എന്നായിരുന്നു. ഇംഗ്ലീഷിൽ സോൾ എന്ന് പറയും, SAUL, സോൾ. ഞാൻ എപ്പോഴും പറയും, സോളിന്റെ ആദ്യ വാക്ക് ആരംഭിക്കുന്നത് യെസ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സിൻ. പാപത്തിലുള്ള മനുഷ്യനായിരുന്നു ശൗൽ. എന്നാൽ ഡെമസ്കോസിൽ ആ വലിയ വെളിച്ചം തന്റെ ഹൃദയത്തെ മതിച്ചപ്പോൾ സോൾ കൺവേർട്സ് ടു പോൾ. സോള് മാറുകയാണ്. എസ് കൺവേർട്സ് ടു പോൾ. പിയിലേക്ക് മാറുന്നു. P സ്റ്റാൻഡ്സ് ഫോർ പീസ്. സമാധാനത്തിന്റെ പുത്രനായിട്ട് പൗലോസ്ലീഹ മാറുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യന് മാത്രമേ പാപത്തിൽ നിന്ന് മാറി പാപത്തോട് നോ പറഞ്ഞ് സമാധാനത്തിന്റെ പുത്രനായിട്ട് തീരുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഹൃദയത്തിൽ ദൈവം വെളിച്ചമായി ഉയരണം. ഹൃദയത്തോട് ദൈവം സംസാരിക്കണം. ഹൃദയത്തിൽ ദൈവം മതിക്കണം. ഈ ലോകപ്രകാരമുള്ള ലഹരികളെക്കാൾ ഉപരി ദൈവമാകുന്ന ലഹരി മനസ്സിനെ മതിക്കുമ്പോൾ ഞാനും നിങ്ങളും നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്, ദൈവത്തോട് ഒപ്പമാണ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ദൈവം വലിയ ഒരു അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യം നമുക്ക് വളരെ പരിചിതമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. അതിനാണ് പരിശുദ്ധ സഭ വിശുദ്ധ മോറോൻ ഉപയോഗിച്ച് 2 കൂദാശകൾ നിർവഹിക്കുന്നത്. ഒന്ന് പള്ളിയുടെ കൂദാശയും 2 വിശുദ്ധ മാമോദീസായും. ഈ 2 കൂദാശകളിലും ദേവാലയത്തിന്റെ പള്ളിയുടെ എല്ലാ വാതിലുകളിലും വിശുദ്ധമായ ത്രോണോസും മോറോനും കൊണ്ട് അഭിഷേകം ചെയ്യും. എന്നതുപോലെ തന്നെ ഈ ശരീരത്തെയും എന്തു ചെയ്യും?
പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ മൂലം കൊണ്ട് അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ പള്ളിയായി, ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ ആലയമായി റൂഷ്മ ചെയ്യും. എന്തിനാ ചെയ്യുന്നത്? ഇവിടെ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യം ഇങ്ങനെ അവസാനിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരം എന്താണ്? വിശുദ്ധമാണ്, ദൈവാത്മാവ് വസിക്കുന്നത് കൊണ്ട്. ഇവിടെയാണ് ഈ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്ന പ്രവണത നമ്മുടെയൊക്കെ മനസ്സിലും ജീവിതത്തിന്റെ ക്രമത്തിലും ഉണ്ടാവുന്നത്. ഈയിടെ ഒരു ഭവനത്തിൽ ഞാൻ ചെന്നു. അവിടെ ഡൈനിങ് റൂമില് ഒരു ഷോക്കേസ്, അതിൽ 3-4 നിറമുള്ള വർണ്ണമുള്ള കുപ്പികൾ, ബോട്ടിലുകൾ ഇരിക്കുന്നു. അപ്പൊ ഞാൻ അതിനെ സമീപിച്ചു, ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഈ ഫാൻസി ഐറ്റം ഒക്കെ ഇറങ്ങുന്നുണ്ട്, അതാണെന്ന് വിചാരിച്ചെന്നു. 4 റാക്കിലായിട്ട് ഈ കുപ്പി ഇരിക്കുമ്പോൾ ഞാൻ താഴത്തെ ഈ ബോട്ടിലിനെ നോക്കി. ഈ ബോട്ടിൽ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നാണ്. എൻ്റെ പേര് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നാണ്, ക്രിസ്തീയ സഹോദരങ്ങൾ. നിർത്തിയില്ല, ഞാൻ റമ്മാണ്. എന്താ? മദ്യമായ റമ്മാണ്. സമ്മതിച്ചു. രണ്ടാമത്തെ കുപ്പിയെ ഞാൻ വീക്ഷിച്ചു, നോക്കി. മൈ നെയിം ഈസ് പയസ് 3. എൻ്റെ പേര് പയസ് 3. അദ്ദേഹം റോമിലെ ഒരു മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ കുപ്പി. പറഞ്ഞു, ഞാൻ ബ്രാൻഡിയാണ്. മൂന്നാമത്തെ കുപ്പി പറഞ്ഞു, മൈ നെയിം ഈസ് ബിഷപ്പ്. എൻ്റെ പേര് ബിഷപ്പ് എന്നാണ്. അപ്പോൾ ആ കുപ്പി എന്നോട് വീണ്ടും പറഞ്ഞു, ഞാനും ബ്രാൻഡിയാണ്. ഞാൻ ചിന്തിച്ചു, ഇനി അടുത്തത് കർദിനാളെന്നോ കാതോലിക്കോസെന്നോ പാത്രിക്കീസെന്നോ എല്ലാം ആയിരിക്കും ചിന്തിച്ചു. പക്ഷേ ആ കുപ്പി പറഞ്ഞത് എൻ്റെ പേര് കർദിനാളെന്നാ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ ആലയം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടുന്ന സ്ഥാനത്ത് ഈ ആലയത്തെ നശിപ്പിക്കുവാൻ മദ്യമാകുന്ന ലഹരിക്ക് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ മനുഷ്യ സമൂഹം, നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വികസനം നൽകുന്ന മദ്യത്തിന് ഞാനും നിങ്ങളും പേര് വിളിച്ചിരിക്കുന്നത് ക്രിസ്തീയ സഹോദരനെന്നും ദൈവത്തിന് നാമം വഹിക്കുന്ന പാപ്പ എന്നും കർദിനാളെന്നും മേൽപ്പെട്ടവർ അറിയപ്പെടുന്ന ബിഷപ്പ് എന്ന പേരിലുമാണ്. ഇപ്രകാരം സമൂഹത്തിന്റെ പൈശാചികയ്ക്ക് ഞാനും നിങ്ങളും പേര് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മന്ദിരം വിശുദ്ധമാകുന്നത്? ഇതിലെങ്ങനെയാണ് ദൈവം വസിക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണോ? നീതിയുള്ള നിലപാടുകൾ നമുക്കുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യന് നീതിയുടെ നിലപാടുകൾ ഉണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഞാനും നിങ്ങളും കാണുന്ന ഒരു മത്സ്യമാണ് വരാൽ എന്ന് പറയുന്നത്, അല്ലേ? അറിയത്തില്ലയോ? അറിയാം. എന്താ വരാലിന്റെ പ്രത്യേകത? മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വഴുവഴുപ്പുള്ള ഒരു മത്സ്യമാണ് വരാല. വെട്ടണമെങ്കിൽ ഇച്ചിരി പാടുപെടും എന്ന് പറഞ്ഞ പോലെ തന്നെ ശാസ്ത്ര, സാങ്കേതിക, ആത്മീക, വിദ്യാഭ്യാസ, ആതുര ശുശ്രൂഷ മേഖലകളെല്ലാം തന്നെ ഇപ്രകാരം വഴുവഴുപ്പുള്ള യാതൊരു നിലപാടുമില്ലാത്ത ജീവിത ക്രമമാണ് നമുക്ക് ഉള്ളത്. ഇത് മാറണം. ക്രിസ്തീയ ജീവിതത്തിന്റെ ധർമ്മം എന്താ എന്ന് ചോദിച്ചാൽ, തെറ്റിനെ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാനുള്ള ക്രിസ്തുദേവന്റെ ചങ്കൂറ്റവും ലോകം സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആർഷഭാരതത്തിന്റെ സർവ്വലോകവും സുഖമായി ജീവിക്കണമെന്നുള്ള ഭാരതത്തിന്റെ സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതക്രമം നമുക്കുണ്ടാവണം. ഇവിടെയെല്ലാം ദൈവത്തെ നിരാകരിച്ചുകൊണ്ട് ഞാൻ മാത്രം നിൽക്കുന്ന ഒരു തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവവും വേണ്ട, ജീവനും വേണ്ട, ജീവിതക്രമങ്ങളും വേണ്ട, പക്ഷേ ഞാൻ വേണം. ആ ഒരു ബോധ്യത്തോടു കൂടെയാണ് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഞാൻ എന്ന ഭാവം കാണിച്ച
ഒരു മനുഷ്യനെ നമുക്കറിയാം. പത്രോസ്ലീഹായോട് കർത്താവ് പറഞ്ഞു, ഇന്ന് കോഴി കൂന്നതിന് മുമ്പേ നീ എന്നെ തള്ളിപ്പറയും. പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഒരു പക്ഷേ എൻ്റെ കൂടെ ഇരിക്കുന്ന നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞേക്കാം, ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല. ഞാൻ എന്ന ഭാവത്തോടെ പത്രോസ്ലീഹ പറഞ്ഞു, കോഴി കൂവി, ക്രിസ്തു ഒന്ന് നോക്കിയതേ ഉള്ളൂ, ക്രിസ്തു ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ നോട്ടത്തിലൂടെ മനസ്സിലായി ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. ഞാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനുമുള്ള അവകാശവും ചങ്കൂറ്റവും ഒന്നും നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ എന്ന ഭാവത്തെ ഞാനും നിങ്ങളും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നിൽക്കുവാനും നിലപാടുകൾ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അവസാനം നമ എന്ന വാക്ക് ചേർക്കും, അല്ലേ? ആദ്യം അക്ഷരം എഴുതിയപ്പോഴും ഹരിശ്രീ ഗണപതായേ നമ എന്ന വാക്ക് നമ്മൾ ഉച്ചരിച്ചു. എന്താ നമ എന്ന വാക്കിന്റെ അർത്ഥം? എന്താ നമ? ന എന്ന വാക്ക് പ്രത്യേകം പറയുന്നത് ഞാൻ, മാ എന്ന വാക്ക് ഇല്ല. ഞാൻ ഇല്ല ഈ പ്രാർത്ഥനയിൽ. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വാർത്ഥത. ഞാനില്ല. പാപത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാം, എന്താ? സിൻ, SIN. രണ്ടാമത്തെ വാക്ക് എന്തുവാ? ഐ, ഞാൻ, അല്ലേ? ഇവിടെ പാപത്തിൽ ഞാനാണ് ഉള്ളത്. എന്നാൽ നാം മനസ്സിലാക്കുക, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാനില്ല, പിന്നെ ദൈവമാണ്. അത് മാത്രമല്ല, ചങ്കൂറ്റതയുള്ള ആത്മീയതയുടെ നല്ല അന്തരീക്ഷം ദൈവസന്നിധിയിൽ നമുക്കുണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ഭാഗത്തെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ. എൻ്റെ പേര് എന്ന് പറയുന്നത് ഗബ്രിയേൽ, ഞാൻ ദൈവമനുഷ്യനാകുന്നു. രണ്ടാമത് പറയുന്നു, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. മൂന്നാമത്തെ ചോദ്യം ഈ വാക്യത്തോട് നമ്മൾ ചോദിക്കുകയാണ്, വേർ ആർ യു സ്റ്റാൻഡിങ്? നീ എവിടെയാണ് നിൽക്കുന്നത്? ഒന്നാമത് ഉത്തരം പറഞ്ഞു, ഞാൻ ഗബ്രിയേൽ, മൈ നെയിം ഈസ് ഗബ്രിയേൽ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. മൂന്നാമത്, വേർ ആർ യു സ്റ്റാൻഡിങ്? നീ എവിടെയാണ് നിൽക്കുന്നത്? നീ എവിടെയാ? നിന്റെ ദൗത്യം എന്താണ്? വാട്ട് ഈസ് യുവർ മിഷൻ? നിന്റെ ദൗത്യം എന്താണ്? ഈ വാക്യം പറയുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ ഗബ്രിയേൽ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. മൂന്നാമത്, ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. എന്താ ഈ സദ്വർത്തമാനം? അന്ന് ഇംഗ്ലീഷിലാക്കിയാൽ അത് നമ്മൾ എന്ത് കൊടുക്കും? ഗുഡ് ന്യൂസ്, അല്ലേ? ഗുഡ് ന്യൂസ് എന്തുവാ? സുവിശേഷം, ദൈവത്തിന്റെ വചനം. ഈ സദ്വർത്തമാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെയാണ് നിന്നോട് അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ദൈവത്തിന്റെ വചനം എന്താണ്, എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അധിപ്രസംഗമാകും. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നു പരിശുദ്ധനായ പൗലോസ്ലീഹ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിരിക്കും വരെ തുളച്ച് കയറുന്നതും ആകുന്നു. അതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിരിക്കും വരെ തുളച്ച് കയറുന്നതുമാകുന്നു ദൈവത്തിന്റെ വചനം എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ 12-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, യഹോവയുടെ വചനങ്ങൾ നിർമ്മലമായ വചനങ്ങളാണ്. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത
വെള്ളിക്ക് തുല്യമാണ് ദൈവത്തിന്റെ വചനം. ഞാൻ ഒരുപാട് ദൈവവചനത്തെ പറ്റി വ്യാഖ്യാനിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയില്ല. ഇതിൽ എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, വേദപുസ്തക വായന വേണ്ടാന്നോ ആരാധന വേണ്ടാന്നോ എന്നൊന്നല്ല പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നു, നിന്റെ സഹോദരന്റെ മുഖത്ത് ദൈവത്തെ ദർശിക്കുവാൻ നിനക്ക് സാധിക്കുന്നതാണ് സുവിശേഷം, ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, അപരന്റെ മുഖത്ത്, നിന്റെ സഹോദരന്റെ മുഖത്ത് നിനക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. അപരന്റെ മുഖം ദൈവത്തെ കാണണം. അപരന്റെ മുഖത്ത് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ സുവിശേഷം പ്രാവർത്തികമായിട്ട് മാറുകയാണ്. മലാഖി അതാണ് പറയുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ വാർത്ത നിന്നോട് അറിയിക്കുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. എന്താ ദൈവത്തിന്റെ വാർത്ത? എന്താ ദൈവത്തിന്റെ സുവിശേഷം? നമുക്കറിയാം, ഞാനും നിങ്ങളും പ്രഘോഷിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നത് യേശുക്രിസ്തുവിന്റെ ജീവിത മുഖാന്തരമാണ്. 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ 3.5 വർഷക്കാലം മാത്രമേ പ്രസംഗിച്ചുള്ളൂ. 30 വർഷം മൗനമായിരുന്ന് 3.5 വർഷക്കാലം പ്രസംഗിച്ച യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്ന പോലെ 1 മണിക്കൂർ നേരത്തെ പ്രസംഗങ്ങളൊന്നുമില്ലായിരുന്നു. നിസ്സാരമായ ചില പ്രസംഗങ്ങൾ ക്രിസ്തുവിന് നമുക്ക് പരിചയപ്പെടാം. വേശ്യയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊണ്ടുവന്നപ്പോൾ, ഒരുപാട് കുറ്റങ്ങൾ അവരുടെ മുകളിൽ ആരോപിക്കപ്പെട്ടപ്പോൾ തിരുവചനം സംസാരിക്കുന്നു, ക്രിസ്തു നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രിസ്തുവിനോട് പറഞ്ഞു, ഇവൾ കുറ്റക്കാരിയാണ്. പരീക്ഷണാർത്ഥം ക്രിസ്തുവിനോട് ചോദിച്ചു, ഇവൾക്ക് എന്താണ് വിധിക്കേണ്ടത്? ഞാൻ പ്രസംഗിക്കുന്ന പോലെ ഒരുപാട് പ്രസംഗം ക്രിസ്തുവിനില്ലായിരുന്നു. ക്രിസ്തു നിസ്സാരമായ 2 വാക്യങ്ങൾ മാത്രം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ഈ സ്ത്രീയോട് പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്. ഒരുപാട് പ്രസംഗം ക്രിസ്തുവിനില്ലായിരുന്നു. എറിയാൻ വന്നവരുടെ കയ്യിൽ നിന്ന് കല്ലുകൾ താഴെ പോയി. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ 5 ചോദ്യം ചോദിച്ചേനെ. എപ്പോൾ, എവിടെ, എങ്ങനെ, ആര്, എന്തിന്? ഈ 5 ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായി സമൂഹത്തോടൊപ്പം ഞാനും നിങ്ങളും ഈ സ്ത്രീയെ കുറ്റം വിധിച്ചേനെ. പക്ഷേ ക്രിസ്തുവിന്റെ പ്രസംഗം, ക്രിസ്തുവിന്റെ വചനങ്ങൾ വ്യത്യസ്തമായിരുന്നു. പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ, മേലിൽ പാപം ചെയ്യരുത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രസംഗങ്ങൾ ക്രിസ്തുവിന്റെ ജീവിതമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. കാൽവറിയിലെ രോദനകരമായ അന്ത്യത്തില് സാക്ഷിയാകുക നിൽക്കുകയാണ്. കാൽവറി മലയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ ഞാനും നിങ്ങളും കാണുന്നുണ്ട്, ഒരു മനുഷ്യനെ കൊല്ലുവാൻ മൃഗപ്രായനായിരിക്കുന്ന ഒരു മനുഷ്യൻ, തലയിൽ മുൾക്കിരീടം, വിലാവ് കുത്തി തുറന്നു, കൈകാലുകൾ ആണിപ്പാട്, ഇത്രമാത്രം ക്രൂരതകൾ സഹിച്ച ഒരു മനുഷ്യൻ കാൽവറിയിൽ കിടന്ന് ജീവൻ പോകുവാനായിട്ട് പിടയുമ്പോൾ ഈ മനുഷ്യൻ ഒരു വലിയ പ്രസംഗം അവിടെ പ്രസംഗിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ നിങ്ങളുമായിരുന്നെങ്കിൽ ദൈവപുത്രനാണ്, രക്ഷപ്പെടുവാനുള്ള സാഹസം കാണിച്ചേനെ. എന്നാൽ ഈ മനുഷ്യന്റെ നിസ്സാരമായ പ്രാർത്ഥനയിലൂടെ, ക്രിസ്തുവിന്റെ പ്രസംഗത്തിലൂടെ കേട്ടു നിൽക്കുന്ന മനസ്സുകളിൽ ദൈവികമായ ബോധം പകരുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ് ക്രിസ്തുവിന് പ്രസംഗിക്കുവാനായിട്ടുണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾ നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യപിതാവായ പരുമല തിരുമേനിയുടെ ജീവിതവും നമുക്കറിയാം. സഹോദരന്റെ മുഖത്ത് ദൈവത്തെ കണ്ട പുണ്യപിതാവാണ്. ലോകത്തിനോ സമൂഹത്തിനോ വാളല്ല തിരുമേനി സമ്മാനിച്ചത്, പിന്നെയോ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ നിങ്ങളുടെ മുഖത്തും തിരുമേനിയുടെ മുഖത്തും ദൈവത്തെ ദർശനം സാധ്യമായതുകൊണ്ട് ഇനി വലിയ സമൂഹം ഈ ദേവാലയത്തിൽ, ഈ പരിശുദ്ധന്റെ കബറിടത്തിൽ എത്തിച്ചേർന്ന് സൗഖ്യവും അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. 5 മാസങ്ങൾക്ക് മുമ്പ്
നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പുണ്യപിതാവായ പരിശുദ്ധനായ അഭിയന്യനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെ നമുക്ക് അപരിചിതനല്ല. ജീവിതത്തിൽ സമ്പാദ്യം എന്ന് പറയുന്നത് അഴുക്ക് ചാലിക്കിടന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ നല്ല നിലയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. തിരുമേനി ജീവിതത്തിൽ ക്രിസ്തുവായിരുന്നു പ്രസംഗം. ഇതുപോലെ പ്രസംഗങ്ങളല്ലായിരുന്നു തിരുമേനി പ്രസംഗിച്ചത്. നമുക്കറിയാം, പട്ടിണി കിടക്കുന്നവനോട് മുന്തിയ തരം ഭക്ഷണത്തെ പറ്റിയും ഇന്ന് ഞാനും നിങ്ങളും ഭക്ഷിക്കുന്ന ഷവർമയെ പറ്റിയും തിരുമേനി പ്രസംഗിച്ചില്ല. തിരുമേനിയുടെ പ്രസംഗം എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നവനോട് അവൻ അന്നേരം എന്താണോ ആവശ്യം, അവന് ഭക്ഷണമാണ് ആവശ്യം. ഭക്ഷണം നൽകിയപ്പോൾ തിരുമേനി അവിടെ സുവിശേഷം പ്രകടിപ്പിച്ചു. ഭവനമില്ലാത്തവനോട് ഭവനം നൽകിക്കൊണ്ട് തിരുമേനി സുവിശേഷം അറിയിച്ചു. വസ്ത്രമില്ലാത്തവന് മുന്തിയ ധനം വസ്ത്രത്തെ പറ്റി പറയാതെ തിരുമേനി അവന് വസ്ത്രം നൽകി ക്രിസ്തുവിന്റെ സുവിശേഷം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇന്നും ആ പുണ്യപിതാവ് നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക്. ജീവനും മരണവും ഒരുപോലെയെന്ന് ഒരു ഭക്തനെ സാക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ, ജീവനിൽ, ജീവിതത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ്. ഇവിടെ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന സുവിശേഷ ഭാഗം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗം, യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യം. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യൻ തന്റെ ദൗത്യം ദൈവത്തെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് യോബ് പ്രസംഗിക്കുകയാണ്. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ യോബ് പറയുന്നു, നിന്നെ പറ്റി ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. എന്റെ ജീവിതത്തിന്റെ സുഖകാലത്തെല്ലാം നീ എനിക്കൊരു കേൾവിയായിരുന്നു. പക്ഷേ നീ ആരെന്ന് അറിഞ്ഞപ്പോൾ, നിന്നെ എനിക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിച്ചപ്പോൾ എന്റെ കണ്ണാൽ നിന്നെ കാണുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. സ്നേഹിതരെ, അപരന്റെ മുഖത്ത് ദൈവ ദർശനം സാധ്യമാകുന്നതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. സമൂഹത്തിൽ പാപികളോടും ചുങ്കക്കാരനോടും മാനസികമായ വ്യഥയിൽ, മാനസികമായ സംഘർഷത്തിൽ ജീവിക്കുന്ന അധകൃതരോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരെ ഉദ്ധരിച്ചവനാണ് ക്രിസ്തു. ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന സുവിശേഷം ലഹരിയായിട്ട് മാറണം. ക്രിസ്തുവാകുന്ന സുവിശേഷം അപരന്റെ നന്മയെ ലക്ഷ്യമാക്കി ജീവിക്കണം. മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാം. മദർ തെരേസ ഒരു ദിവസം രാവിലെ കൽക്കട്ടയിലെ തെരുവീതിയിലൂടെ നടന്ന് ഒരു ധനികനായ മനുഷ്യന്റെ അടുക്കൽ വന്നു പറഞ്ഞു, എനിക്ക് ഭിക്ഷ വേണം. ഈ ധനികനായ മനുഷ്യൻ മദറിന്റെ കയ്യിൽ തുപ്പി വെച്ചു, കാർക്കിച്ച് തുപ്പി. ഈ അമ്മ അത് സ്വീകരിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനിയും എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് വേണം. ആ ധനികനായ മനുഷ്യന്റെ മനസ്സ് മാറി. ഈ മനുഷ്യൻ അമ്മയോട് ചോദിച്ചു, സിസ്റ്റർ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? സിസ്റ്റർ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം കുഷ്ഠരോഗിയുടെ മുഖത്തും ഓടയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മുഖത്തും നിരാലംബരായ രോഗികളുടെ മുഖത്തും ഞാൻ കാണുന്നത് ഉണ്ണി ഈശോയുടെ മുഖമാണ്. സത്യക്രിസ്ത്യാനികളെന്ന്, മലങ്കര നസ്രാണികളെന്ന്, മാർത്തോമാ ശ്ലീഹയുടെ പാരമ്പര്യത്തെ അവകാശപ്പെടുന്ന എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഒരു നൊടി നേരത്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അബലനായി കിടക്കുന്ന, ആശ്രയം മറ്റു കിടക്കുന്ന മനുഷ്യന്റെ മുഖത്ത് ദൈവത്തെ ഒന്ന് കാണുവാൻ? ആ കുറ്റബോധം മനസ്സിനെ മതിക്കുമ്പോൾ മാത്രമേ എന്റെയും നിങ്ങളുടെയും ദൗത്യം ക്രിസ്തുവിന്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, യഹോവയാകുന്ന ദൈവം ഒരു വലിയ ശില്പിയാണ്. നമ്മൾ പറയുന്നുണ്ട്, ദൈവത്തിന്റെ നിരൂപണം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യന്റെയും പോലും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ ഒരു നിരൂപണത്തിന്റെ യാഥാർത്ഥ്യം ഈ അടുത്ത കാലമാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത്.
യഹോവയായ ദൈവം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും തലങ്ങൾക്കൊക്കെ ഒരുപാട് ഉയർന്നാണ്. നമുക്കൊന്നും ഗ്രഹിക്കുവാൻ പാടില്ലാത്ത വലിയ ശില്പിയാണ് യഹോവയായ ദൈവം. അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാം, കാൽവറി ക്രൂശ് ലോകത്തിൽ ഏറ്റവും വലിയ പ്രസംഗപീഠം, സർവജാതിയെയും രക്ഷിപ്പാനുള്ള ക്രിസ്തു കയറിയ പ്രസംഗപീഠമാണ് കാൽവറിയിലെ കുരിശ്. അവിടെ കിടന്നുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രസംഗത്തെ നമ്മൾ ധ്യാനിച്ചു. യഹോവയാകുന്ന ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു താഴ്മയുടെയും സഹനത്തിന്റെയും കണ്ണുനീരിന്റെയും വിനയത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായ കുരിശിൽ ക്രിസ്തു ഉറങ്ങുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമാണ്, സർവലോകത്തെയും സർവലോകത്തിലുമായിരിക്കുന്ന മനുഷ്യരെയും, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതി മത വർഗവർണ്ണ വ്യത്യാസമന്യേ, എന്നെയും നിങ്ങളെയും മെടഞ്ഞിരിക്കുന്ന പൊതുവായ ആകൃതി എന്ന് പറയുന്നത് കുരിശാണ്. വീട്ടിൽ പോയി ഇരുവശങ്ങളിലേക്ക് കരങ്ങൾ വിരിച്ച് എന്നെയും നിങ്ങളെയും നിങ്ങൾ നോക്കണം. എന്താണ്? എല്ലാ മനുഷ്യന്റെയും പൊതുവായ ആകൃതി എന്ന് പറയുന്നത് കുരിശിന്റെ ആകൃതിയാ. ദൈവത്തിന്റെ രൂപം, സാദൃശ്യം, ദൈവത്തിന്റെ കാഴ്ച, ദൈവത്തിന്റെ കേൾവി, ദൈവത്തിന്റെ ശ്വാസം, അതുമാത്രമോ ക്രിസ്തു ഉറങ്ങിയ കുരിശ്, ക്രിസ്തു കയറിയ കുരിശായിട്ടാണ് എന്നെയും നിങ്ങളെയും വാർത്തിരിക്കുന്നത്. നമുക്കറിയാം, കുരിശിന്റെ മഹത്വം അറിയാം. കുരിശെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രസംഗപീഠമാണ്. യഹൂദ സംസ്കാരത്തിൽ, റോമ സാമ്രാജ്യത്തിന്റെ സംസ്കാരത്തിൽ കുരിശ് ഉപയോഗിച്ചിരുന്നത് സമൂഹത്തിൽ നീചമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നവനെ കൊല്ലുവാനുള്ള ഉപാധിയായിരുന്നു. സമൂഹത്തിൽ തെറ്റു ചെയ്യുന്നവനെ വിജനമായ സ്ഥലത്ത് ക്രൂശിക്കുകയും കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ചൂടും വെയിലും സഹിക്കാതാവാതെ ഈ മനുഷ്യൻ മരിക്കുമ്പോൾ കഴുകനും പരുന്തും വന്ന് ഈ ശരീരം കൊത്തിയെടുത്ത് കൊന്ന് ഭക്ഷിക്കുന്ന ഒരു പ്രവണതയായിരുന്നു കുരിശിനുണ്ടായിരുന്നത്. എന്നാൽ ക്രിസ്തു എന്ന് കുരിശിൽ കയറിയോ, ക്രിസ്തു എന്ന് കുരിശിൽ ഉറങ്ങിയോ, ക്രിസ്തു എന്ന് കുരിശിൽ ആരോഹണം ചെയ്തുവോ, അന്ന് ഈ കുരിശിന് മഹത്വമുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ സുവിശേഷം അപരനിൽ അറിയിക്കണമെങ്കിൽ, ദൈവത്തിന്റെ സുവിശേഷവാഹികളായി എനിക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ, ഞാനും നിങ്ങളുമാകുന്ന ഈ കുരിശിൽ ക്രിസ്തു ഉണ്ടാവണം. ക്രിസ്തുവിന് ഉറങ്ങുവാൻ, ക്രിസ്തുവിന് ദാഹിക്കുന്നു എന്ന് പറയുവാൻ, ക്രിസ്തുവിന് പ്രാർത്ഥിക്കുവാൻ ഈ കുരിശ്, ഈ ശരീരമാകുന്ന കുരിശ് ക്രിസ്തുവിന് നൽകണം. എന്നാൽ ഇന്നിൽ സംഭവിക്കുന്ന അപജയം എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിലേക്ക് ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ടുവന്ന കഴുതയെ പോലെയാണ്. എന്താ സംഭവിച്ചത്? ഒരു കഥാകാരൻ ഇങ്ങനെയാണ് എഴുതുന്നത്: ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് കഴുത വരികയാണ്. കഴുതയുടെ ധാരണ, ഈ ജനങ്ങൾ പാട്ടുപാടുന്നു, ഓശാന സ്തുതിപ്പുകളുണ്ട്, പൂക്കൾ എറിയുന്നു, കൊമ്പുകൾ ഒടിച്ച് ഊശാന പാടുന്നു, തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് അതിലൂടെ കഴുത ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കഴുതയുടെ ഭാവം, കഴുതയുടെ ചിന്ത, ഈ സ്വീകരണം എനിക്കുള്ളതാണ്, എന്നെയാണ് ഇങ്ങനെ സ്വീകരിക്കുന്നത്. അങ്ങനെ കഴുത സ്വീകരണം ഏറ്റുവാങ്ങി വന്നു. യെരൂശലേം ദേവാലയമായപ്പോൾ കഴുതയുടെ പുറത്തിരുന്ന ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. വീണ്ടും കഴുത മുൻപോട്ട് നടക്കുകയാണ്. ഈ കലാകാരൻ ഇങ്ങനെ എഴുതുന്നു: ഈ കഴുത നീങ്ങി ഒരു നദിയുടെ തീരത്തെത്തി. ഒരുപാട് വസ്ത്രങ്ങൾ, വെണ്മയുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു. കഴുത ചിന്തിച്ചു, വീണ്ടും എനിക്ക് സ്വീകരണമോ? കഴുത ഈ വസ്ത്രത്തിന്റെ പുറത്തുകൂടെ നടക്കുവാൻ തുടങ്ങി.
ഇത് കണ്ടുകൊണ്ട് ഈ വസ്ത്രം അലക്കിയിട്ടിരുന്ന അലക്കുകാരൻ വന്ന് ഈ കഴുതയെ അടിക്കുകയാണ്. അവസാനം ഇങ്ങനെയാണ് അടിക്കുറിപ്പ് കൊടുത്തിരുന്നത്: ഈ കഴുതയോ അറിയുന്നില്ല തന്റെ പുറത്തിരുന്ന മനുഷ്യൻ ആരെന്ന്. അറിയാത്ത ബോധ്യത്തിൽ ഈ കഴുത മുൻപോട്ട് നീങ്ങിയപ്പോൾ, തന്റെ പുറത്തിരുന്ന മനുഷ്യന്റെ മഹത്വം അറിയാതെ കഴുത നീങ്ങിയപ്പോൾ കഴുതയ്ക്ക് എന്ത് കിട്ടി? അടി കിട്ടി. സ്നേഹിതരെ, നാം മുമ്പേ സൂചിപ്പിച്ച പോലെ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ സ്ലീബായിൽ, ഈ കുരിശിൽ ദൈവത്തെ വഹിച്ചുകൊണ്ടുള്ള പ്രയാണമാവണം നമുക്കുണ്ടാവേണ്ടത്. ദൈവത്തെ വഹിച്ചുകൊണ്ടുള്ള ജീവിതത്തിന്റെ യാത്രയാവണം നമുക്കുണ്ടാവേണ്ടത്. അപരനിൽ ദൈവത്തിന്റെ മുഖം സാധ്യമാവണം. യഹോവയാകുന്ന ശില്പി കുരിശിന്റെ ആകൃതിയിൽ നമ്മെ നിർമ്മിച്ചെങ്കിൽ അദ്ദേഹം സൂക്ഷിക്കുന്ന വേറെ ഒരു രഹസ്യമുണ്ട്. ഇതെന്താണെന്നറിയാമോ? നമുക്കറിയാം, ദൈവം തന്ന കരം, ദൈവം തന്നിരിക്കുന്ന കൈകൾ. ഈ കൈ മറ്റുള്ളവനെ വളർത്തുകയും ചെയ്യും, തളർത്തുകയും ചെയ്യും. ഒരുവനെ വളർത്തുകയും ചെയ്യും, തളർത്തുകയും ചെയ്യും, താലോലിക്കുകയും ചെയ്യും, വെട്ടിക്കൊല്ലുകയും ചെയ്യും. ഇതാണ് മനുഷ്യന്റെ കരത്തിന്റെ പ്രത്യേകത. എന്നും പ്രവർത്തിക്കാൻ മനുഷ്യന് ബ്രെയിൻ ഇൻഫോർമേഷൻ കൊടുക്കും, കൈക്ക് ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഹീനകൃത്യങ്ങളും നന്മയും പ്രവർത്തിക്കുവാൻ കഴിവുള്ള മനുഷ്യ, നീ സമൂഹത്തിൽ ഉന്നതമായ കാര്യങ്ങളൊക്കെ നേടുന്നുണ്ടല്ലോ, നിന്റെ ബുദ്ധിയുടെ ഫലമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളരുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ കാര്യങ്ങൾ നീ ചെയ്യുവാനായിട്ട് മുതിരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു: ഇത്രയും കഴിവുള്ള നിനക്ക് നിന്റെ കൈ കൊണ്ട് നിന്റെ സ്വന്തം ശരീരമൊന്ന് ഉയർത്താനായിട്ട് സാധിക്കുമോ? എന്റെ ചോദ്യം അതാ. ഇത്രയും നിന്റെ കൈ കൊണ്ട് നീ ഒരുപാട് പ്രയോജന കാര്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ നിന്റെ സ്വന്തം കരം കൊണ്ട് നിന്റെ ശരീരത്തെ ഒന്ന് ഉയർത്തുവാനായിട്ട് നിനക്ക് സാധിക്കുമോ? ഒരു മനുഷ്യനും സാധിക്കത്തില്ല. എത്ര യോഗ ചെയ്യുന്നവനും, എത്ര സന്യാസം ചെയ്യുന്നവനും, എത്ര ഉപാസന ചെയ്യുന്നവനും, എത്ര സർക്കസുകാരനും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, സാധിക്കാത്തൊരു കാര്യമാണ് സ്വന്തം കരം കൊണ്ട് സ്വന്തം ശരീരം ഉയർത്തുവാൻ സാധിക്കുകയില്ല. ഇവിടെയാണ് യഹോവയാകുന്ന ആ ശില്പിയുടെ പ്രത്യേകത എന്നുള്ളത്. ഇവിടെയാണ് യഹോവയാകുന്ന ആ ശില്പി സൂക്ഷിക്കുന്ന രഹസ്യം. നിന്റെ കരം എന്ത് എന്ന് ചോദിച്ചാൽ, നിന്നെ ഒന്ന് ഉയർത്തുവാൻ സാധിക്കാത്ത ഈ കരം കൊണ്ട്, എന്തിനായി കരം? നിന്റെ സഹോദരന്റെ നന്മയാവണം നിന്റെ കരത്തിന്റെ, നിന്റെ കൈകളുടെ ലക്ഷ്യം. അപ്പോൾ ക്രിസ്തു ഉണ്ടാകുന്ന, ക്രിസ്തു ഉറങ്ങുന്ന ഈ കുരിശിലായിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉപയോഗിച്ച് അപരന്റെ നന്മ, അപരന്റെ ഉയർച്ചയാവണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. 3 ചോദ്യങ്ങൾ ഈ വാക്യത്തോട് നമ്മൾ ചോദിച്ചു. 1, നിന്റെ പേര് എന്താണ്? എൻ്റെ പേര് ഗബ്രിയേൽ, ദൈവ പുരുഷൻ അല്ലെങ്കിൽ ദൈവ മനുഷ്യൻ എന്നാണ് എൻ്റെ പേര്. ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ നാമം മാറ്റപ്പെടട്ടെ, ദൈവ മനുഷ്യന്മാരായി രൂപാന്തരം ഉണ്ടാവട്ടെ. Where are you standing? നീ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധി. ഈ ഭൂമിയുടെ പരപ്പിൽ എവിടെയായിരുന്നാലും ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഉറപ്പുള്ള നിലപാടുകളും ചങ്കൂറ്റത്തോടുള്ള ദൈവികമായ ധൈര്യവും എനിക്കുണ്ട്. 3, what is your mission? My mission is to proclaim the holy gospel. ദൈവത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം, എൻ്റെ ഉത്തരവാദിത്വം. ദൈവവചനങ്ങളുടെ പാരായണം മാത്രമല്ല, സഹോദരന്റെ മുഖത്ത് ദൈവ ദർശനം സാധ്യമാകുന്നത് എൻ്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ്. ആ സുവിശേഷമാണ് ക്രിസ്തു എനിക്കും നിങ്ങൾക്കും കാട്ടിത്തന്നത്. സ്നേഹിതരെ, ഞാൻ വന്നപ്പോഴേ ആമുഖവാക്യത്തിൽ പറഞ്ഞതുപോലെ, സഖറിയ പുരോഹിതന് മുൻപാകെ മാലാഖ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, ഞാനും നിങ്ങളും കർത്താവിന്റെ ശരീരവും രക്തവും കാണുന്ന
ജീവന്റെ മേശയായ ബലിപീഠത്തിന്റെ അരികെയാണ് മാലാഖയെ കാണുന്നത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കും കാണണ്ടേ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ബലിപീഠത്തിൽ നിൽക്കുന്ന മാലാഖയെ? ദൈവത്തിന്റെ മാലാഖ നിങ്ങളോട് സംസാരിക്കണ്ടേ? ആയതുകൊണ്ട് കൂദാശകളിൽ പങ്കെടുക്കുമ്പോൾ, സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ കേവലം കാഴ്ചക്കാരായി നിൽക്കാതെ, സഖറിയ പുരോഹിതൻ ദൈവത്തിന്റെ സന്നിധിയിൽ ധൂപമർപ്പിക്കുവാൻ ചെന്നപ്പോൾ ദൈവത്തിന്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് സഖറിയ പുരോഹിതനോട് സംസാരിച്ചതുപോലെ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ നിന്നോട് സംസാരിപ്പാൻ, ഈ സദ്വർത്തമാനം അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായി തീരുന്ന, അസാധ്യതകളിൽ സാധ്യത കൽപ്പിക്കുന്ന ഇടമായി ദൈവത്തിന്റെ ബലിപീഠം മാറട്ടെ. ദൈവത്തിന്റെ ബലിപീഠവും ദൈവത്തിന്റെ ധൂപാർപ്പണവുമായി ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ദേവാലയം വേണ്ട എന്നുള്ള മനുഷ്യൻ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇവിടെ ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾ തട്ടിട്ട ഭവനങ്ങളിൽ പാർക്കുന്നത് എന്ത്? എന്റെ ആലയം ശൂന്യമായി കിടക്കെ നിങ്ങൾ തട്ടിട്ട ഭവനങ്ങളിൽ പാർക്കുന്നത് എന്ത്? ദൈവത്തിന്റെ ആലയം സൗഖ്യത്തിന്റെ ആലയമാണ്. അസാധ്യതകളിൽ സാധ്യത കൽപ്പിക്കുവാനുള്ള ഇടമാണ്. സാറ എലിസബത്ത് ദമ്പതികൾക്ക് ജീവിതത്തിന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി കൊടുത്ത ഇടമാണ് ദൈവത്തിന്റെ ബലിപീഠം. ദൈവത്തിന്റെ മാലാഖ സംസാരിക്കുന്നു, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാവുന്നു. യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നു. സ്നേഹിതരെ, ജനനം എന്ന 3 അക്ഷരം ജീവിതമാകുന്ന 3 അക്ഷരത്തിലൂടെ യാത്ര ചെയ്ത് മരണമാകുന്ന 3 അക്ഷരത്തിൽ സന്ധിക്കുമ്പോൾ നാളെ പറ്റി തലമുറകൾക്ക് ഒരു സ്മരണ നൽകുന്ന ഇടമായി ഈ ധ്യാനങ്ങളും പ്രാർത്ഥനയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവസന്നിധിയിൽ ശിരസ്സുകളെ നമിക്കാം. സ്നേഹവാനായ ദൈവമേ, ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മാലാഖ സംസാരിക്കുവാൻ ഞാൻ ദൈവമനുഷ്യനാകുന്നു, ദൈവസന്നിധിയിൽ നിൽക്കുന്നു, നിന്റെ സുവിശേഷം അറിയിക്കുന്നു. ആ ഒരു ബോധ്യത്തോടെ ജീവിതത്തെ നവീകരിക്കണമേ. ത്രിയേക ദൈവമേ, ഞങ്ങളെ സമ്പൂർണമായി നിന്റെ വകയാക്കണമേ. ശക്തിക്കപ്പുറമായ പരീക്ഷണങ്ങളെ ദൂരീകരിക്കണമേ. കൃപയിൽ സംരക്ഷിക്കണമേ. സകലതും ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.